അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഗസ്റ്റ് വന്നാലെല്ലാം റെഡിയാക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ്. എന്തെങ്കിലും പാർട്ടിക്കുമെല്ലാം നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ പൈനാപ്പിളിൻ്റെ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ മൊയ്ത്തോ. അത് പൈനാപ്പിൾ മൊയ്ത്തോ എന്ന് പറയാൻ എന്താണെന്ന് അറിയാം. വേറെ തന്നെ ഒരു ടൈപ്പ് ഡ്രിങ്കാണ്. അതിന് ഞാൻ പൈനാപ്പിൾ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ തൊലിയും ഇതൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച്. സൗണ്ട് തീരെ ശരിയല്ല കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നിട്ട് അതിൽ ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് അതിൻ്റെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല കട്ടിയിലുള്ള ജ്യൂസാക്കിയിട്ട് എടുക്കും. പൈനാപ്പിൾ അടിച്ചതിന് ശേഷം നല്ല അരിച്ചെടുക്കുക. അത് നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ചുമ വരുന്നുണ്ട്. ഇത് നല്ല കട്ടിയുള്ളൊരു ജ്യൂസായിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം. നല്ലോണം തണുത്തതിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല തണുത്ത മിറണ്ട സ്ലോലി ഒഴിച്ച് കൊടുക്കാം. ആകെ അത്രേ പണിയുള്ളൂ. നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കുറേ സ്റ്റോക്കൊന്നും ചെയ്ത് വെക്കണ്ട, കുറച്ചൊന്ന് തണുപ്പിക്കുക, നല്ലൊരു തണുപ്പിലാക്കും വെക്കുക. എന്നിട്ടിതാ നല്ല വെൽക്കം ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ ഗസ്റ്റെല്ലാം വരുമ്പോൾ ശരിക്കും നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അടുത്തത് BMW ആണ് കേട്ടോ. BMW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ കളറിലെല്ലാം ഉണ്ടാവല്. BMW എന്ന് പറഞ്ഞാൽ ബനാന, വാട്ടർമെലൺ, മാംഗോ. ഓക്കെ, ബനാന, മാംഗോ, വാട്ടർമെലൺ. അതിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ചൊരു ഹാഫ് പാക്കറ്റ് ഫ്രോസൺ മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് 2-3 പഴവും വാനില ഐസ്ക്രീമും ആവശ്യത്തിന് ഷുഗറും കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിൽ അടിച്ചെടുക്കാം. പിന്നെ രണ്ടാമത് കുറച്ചൊരു ഫ്രഷ് ക്രീം, ഒരു 3-4 ടേബിൾ സ്പൂണ് കുറച്ചൊരു ഫ്രഷ് ക്രീം എടുത്താൽ മതി. എന്നിട്ട് മാംഗോൻ്റെ പൾപ്പ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ, മാംഗോൻ്റെ ക്രഷ്. പിന്നെ കുറച്ചൊരു 1-2 സ്പൂണ് പാലും കൂടി ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് അടിച്ച് വെക്കുക. ശരിക്കും ഇത് ഫ്രഷ് മാംഗോനോടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫ്രഷ് മാംഗോ അവൈലബിൾ അല്ലാത്തതാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് വാട്ടർമെലൺ എടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിൽ അടിക്കുക, വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ച് വെക്കാം. എന്നിട്ട് എല്ലാം നല്ലോണം തണുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ സെർവിങ് ഗ്ലാസ് എടുത്തിട്ട് ഫസ്റ്റ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഴം അടിച്ച് വെച്ചത് ഫസ്റ്റ് ബനാനൻ്റെ ആ ഷേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മാംഗോ ചേർത്ത് കൊടുക്കുക. ശേഷം മേലെ വാട്ടർമെലണും. ശരിക്കും നമ്മൾ ഇങ്ങനെയല്ല ഉണ്ടാകുന്നത്, 3 കളറായിട്ടുണ്ടാകും. ഞാൻ മുമ്പാക്കിയപ്പോൾ അങ്ങനെ എൻ്റെ ഒരു പരീക്ഷണ റെസിപ്പി അറിഞ്ഞത്. മുമ്പാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ 3 ലെയറായിട്ട് തന്നെ വരും. കാരണം നമ്മൾ ഫ്രഷ് മാംഗോ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഞാൻ അന്നേരം ചെയ്തത് നമ്മൾ ബിയിൽ ബ്ലൂബെറി വെച്ചിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് നല്ലൊരു ഇതിപ്പോൾ ശരിക്കും വൈറ്റ് വരും, പിന്നെ യെല്ലോ വരും, പിന്നെ റെഡ് വരും. നമ്മൾ ഫ്രഷ് മാംഗോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാൻ. ഇതാണ് ഞാൻ മുമ്പാക്കിയത്. ഇതേ കളർ കിട്ടും ശരിക്കും. എന്നെ അടുത്തത് സീതാഫലിൻ്റെ ഷേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സീതാഫലിൽ അന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടില്ല, ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മളിവിടെ സീതാഫൽ കാഷ്യൂ ഷേക്കാണ്. അതിന് ഞാൻ 3 കസ്റ്റർഡ് ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതായത് സീതാഫൽ. അത് ഇതേപോലെ സീഡ് വേറെ ഇത് പൾസ് ചെയ്തിട്ട് ആക്കി വെക്കുക. എന്നിട്ട് ആ പൾപ്പിലേക്ക് ഒരു പാക്കറ്റ് ഫ്രോസൺ മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഒരു പിടി കാഷ്യൂ ചേർത്ത് കൊടുക്കുക. പിന്നെ 1-2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് നമ്മുടെ ഷേക്ക് റെഡിയായി. വളരെ ഈസിയാണ്. അതിൻ്റെ പൾപ്പ് മാറ്റൽ മാത്രമേ ചെറിയൊരു പണിയുള്ളൂ. സീഡ് മാറ്റിയെടുക്കുക, സീഡും പൾപ്പും സെപ്പറേറ്റ് ചെയ്യലേ ചെറിയ പണിയുള്ളൂ. ഇപ്പോൾ എന്നിട്ട് സാധാരണ നമ്മൾ ഷേക്ക് സെർവ് ചെയ്യുന്ന പോലെ ഒരു സെർവിങ് ഗ്ലാസ്സിൽ ഷേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. മേലെ കുറച്ച് നട്ട്സ്, പിസ്താച്ചിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 3ാമത്തെ പാനീയവും റെഡി ആയിട്ടുണ്ട്, അതായത് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്, ഷേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഷേക്ക് 3 ഡ്രിങ്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, അങ്ങനെ ടേസ്റ്റിൻ്റെ എല്ലാം കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ബനാനയ്ക്ക് പകരം ഞാൻ ബി വരാൻ വേണ്ടിയിട്ട് ബനാന, അത് ബ്ലൂബെറി യൂസ് ചെയ്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് മാംഗോ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടി കിട്ടും.
ആ ഒരു കളറും കിട്ടും. പിന്നെ നിങ്ങളെല്ലാവരും എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം മാക്സിമം ഷെയർ ചെയ്യുക. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി കാണാം. ബായ്.